മക്കളെ വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അമീൻ സർ. തീർച്ചയായിട്ടും മക്കളെ നിങ്ങളെ ക്രിസ്മസ് എക്സാം ഇങ്ങോട്ട് അടുത്തെത്തിയിരിക്കുന്ന അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് എന്റെ മക്കളെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. മക്കൾ ഒരൊറ്റ കാര്യം പറയാം, ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് മൊത്തം ഞാൻ പറഞ്ഞുതരാൻ വേണ്ടി പോവാണ്. ക്വസ്റ്റ്യൻസ് മാത്രമല്ല കേട്ടോ, ക്വസ്റ്റ്യൻസിനെ കൂടി എങ്ങനെയാണെന്ന് പഠിക്കുന്ന ട്രിക്കും കൂടി ഞാൻ പറഞ്ഞുതരാൻ വേണ്ടി പോവാണ്. സോ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്ന മക്കളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ മക്കളും ഒന്ന് ലൈക്ക് അടിക്കുക, കമന്റും ചെയ്യാൻ മക്കളെ മറക്കരുത്. മാത്രമല്ല ഈ സാധനം എല്ലാ മക്കളും ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക ഒന്ന് ആലോചിച്ച് വെക്കുക. കാരണം ഇന്ന് രാത്രി, നാളെയോ മറ്റന്നാളോ പിറ്റേന്നല്ല, നാളെ ഇന്ന് കൃത്യം 7 മണിക്ക് മെഗാ മാരത്തോൺ 100% ഷുവർ ക്വസ്റ്റ്യൻസ്. ഒരു ചാപ്റ്റർ 4-5 ചോദ്യം നിങ്ങൾക്ക് തരും. ആ ചോദ്യങ്ങൾ മാത്രം പഠിച്ചോ. അത് എന്നേക്ക് നിങ്ങൾ എക്സാമിന് വരിക. അത് അടിപൊളിയാക്കി ട്രിക്സിലൂടെ, ക്വസ്റ്റ്യൻ മാത്രമല്ല കേട്ടോ, ട്രിക്സിലൂടെ ഞങ്ങൾ പഠിപ്പിച്ചു തരാൻ വേണ്ടി വരികയാണ്, സെറ്റാക്കി മാറ്റി തരാൻ വേണ്ടി പോവാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ചാപ്റ്ററിലെയും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്ത് പോകാം. എന്റെ പേര് അമീൻ എന്നാണ്. നമുക്ക് അടിപൊളിയാക്കട്ടോ, ഷെയറാക്കാൻ വേണ്ടി പോവാണ്. സോ ഒന്നാമത് നിങ്ങൾക്ക് പഠിക്കാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ഏതാ ചോദിച്ചാൽ അത് 5ാമത്തെ ചാപ്റ്റർ ആണ്. ചാപ്റ്ററിന്റെ പേരെന്താ ചോദിച്ചാൽ മക്കളെ നോക്കുക, ഒന്ന് പറയാൻ പറ്റുന്ന മക്കൾക്ക് കമന്റ് ചെയ്യാൻ പറ്റും മക്കളെ. ആൻഷ്യൻ തമിഴകം, പ്രാചീന തമിഴകം. അപ്പൊ സാറേ ഇത് എന്തൊക്കെ ചോദിക്കൽ എങ്ങനെ നിങ്ങൾക്ക് കിട്ടാറിയോ? എല്ലാത്തിനും എങ്ങനെ ചോദിക്കുക എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള ഐഡിയ നിങ്ങളെ ബുക്കിൽ ഉണ്ട്. അത് നിങ്ങൾക്ക് അറിയാനായിട്ടാണ്. നിങ്ങളെ ബുക്കിൽ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു സാധനം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എവിടെ അറിയോ? ബുക്കിന്റെ അവസാനം, ഏത് ചാപ്റ്ററിന്റെ അവസാനത്തിലേക്ക് കാണാൻ പറ്റും മക്കളെ. ഇതാണ് അതിലെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് ഗവൺമെന്റ് പറഞ്ഞ സാധനം. ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. സോ നോക്കിക്കോളി, ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ സാധനമാണ്. ഒന്നാമത്തേത് എന്താണ് മഹാശില സ്മാരകങ്ങൾ അല്ലെങ്കിൽ മെഗാലിത്തിക് മോണ്യുമെന്റ്സ് എന്ന് പറഞ്ഞാല്. അതേപോലെ എന്താണ് സംഘം ലിറ്ററേച്ചർ, സംഘം കൃതികൾ എന്താണ് സോഷ്യൽ ലൈഫ്, എന്താണ് എക്സ്ചേഞ്ച് സിസ്റ്റം, എന്താണ് മൂവേന്തന്മാർ. ഇത് പഠിച്ചാൽ ഈ ചാപ്റ്റർ കഴിഞ്ഞു. അപ്പൊ ഇതിൽ 5 ടോപ്പിക്കാണ് പഠിക്കാനുള്ളത്. ഈ 5 പഠിക്കേണ്ട, 5 പഠിച്ചു വെച്ചോ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട സാർ പറഞ്ഞാലോ മക്കളെ, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. എന്റെ മക്കൾക്ക് ഇതിന്നൊരു ക്വസ്റ്റ്യൻ വരും, ഉറപ്പിച്ചോ. ഇതിന്ന് ഏതെങ്കിലും ഒന്ന്, 10 പാട്ടോ 8 തുകയിൽ ഏതെങ്കിലും ഒന്ന് വരും. മോസ്റ്റ് ഇമ്പോർട്ടന്റ്, വെരി ഇമ്പോർട്ടന്റ്, ഉറപ്പിച്ചോ. ഈ ബുക്ക് അറിയുടെ 8 കൊല്ലമായിട്ടുണ്ടെങ്കിൽ അതിലെ 8 കൊല്ലത്തിൽ 6 കൊല്ലം ചോദിച്ചത് ഏതാണ്? സോഷ്യൽ ലൈഫാണ്, തിണകളാണ്. അന്നത്തെ പ്രാചീന തമയത്തിൽ എങ്ങനെയായിരുന്നു സാമൂഹിക ജീവിതം ഉണ്ടായിരുന്നത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതും ചോദിക്കും. ഈ 3 ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി മാറേണ്ടത്. അത് നോക്കാൻ വേണ്ടി പോകാം. സോ ഇതിനൊക്കെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക നോക്കാണ്. ആദ്യം നമുക്ക് പഠിക്കേണ്ടത് പ്രാചീന തമയകം എങ്ങനെയാണ് ഉണ്ടായിരുന്നത്, അതിന്റെ തെളിവുകൾ എങ്ങനെ കിട്ടിയിരുന്നതാണ് നോക്കേണ്ടത്. അത് നമുക്കറിയാം, അന്നത്തെ പ്രധാനപ്പെട്ട സ്മാരകങ്ങളിൽ നിന്നിട്ടായിരുന്നു, ഈ കാര്യങ്ങളിൽ നിന്ന് തന്നെയായിരുന്നു നമുക്ക് ഇതിന് കിട്ടിയിരുന്നത്. അതിന് ചിത്രം എന്റെ മക്കളെ മൈൻഡിലേക്ക് വരുത്താം. ക്വസ്റ്റ്യൻ എങ്ങനെ വരാന്നല്ലേ, അത് ഇന്ന് രാത്രി 7 മണിക്കാൻ പറഞ്ഞും. നോക്കിക്കോളി, മഹാശില സ്മാരകങ്ങളെ പ്രധാനപ്പെട്ട ചിത്രങ്ങൾ ഏതൊക്കെ നോക്കിയാലോ. ഒന്നാമത്തെ നിങ്ങൾ കാണാൻ പറ്റും, ഇതിനെ വിളിക്കുന്ന പേരാണ് റോക്ക് ചാമ്പർ അല്ലെങ്കിൽ മുനിയറ. കണ്ടല്ലോ മുനി അറ. അറകൾ ഉണ്ടാവും. ഉയിലറ അല്ലെങ്കിൽ മുനി അറ എന്ന് ആലോചിച്ച് വെക്കുക, മുനിയറ. ഇത് പിന്നെ നിങ്ങൾക്ക് ഇട്ട് ചിത്രം കണ്ടാൽ മക്കളെ മനസ്സിലാവും ഇതിന്റെ പേരെന്താണ്, കുടക്കല്ലാണ്. അതേപോലെ ഇതിന്റെ പേരാണ് സ്കാർക്കോഫാക്കസ് അല്ലെങ്കിൽ കൽത്തൊട്ടി എന്ന് പറയും. അത് കൃത്യമായിട്ട് എന്റെ മക്കൾക്ക് അറിയാം. അടുത്ത ഡോളമസ്, കന്മേശകളാണിത്. ഒന്ന് മനസ്സിലാക്കി വെക്കുക, മേശനെ പോലെ കാണാൻ പറ്റും. അടുത്തതാണ് മനഹിർ, നാട്ടുകല്ല്. സോ മക്കളെ ഈ 5 ചിത്രം എന്റെ മക്കളെ മൈൻഡിലേക്ക് എന്ത് ചെയ്യുക, കൊണ്ടുവരിക. തൊട്ടിയെ പോലെ കാണുന്നതാണ് എന്ത്, കൽത്തൊട്ടി എന്ന് മനസ്സിലാക്കി വെക്കുക. മനഹിർ ഉണ്ടോ, നാട്ടിലുണ്ടാകുന്ന കല്ലാണ്, നാട്ടുകല്ല് എന്ത് ചെയ്യുക എന്റെ മക്കളെ മൈൻഡിലേക്ക് വരിക. ഇതിൽ ഏതെങ്കിലും ചിത്രം വന്നൊരു ക്വസ്റ്റ്യൻ വരും. ക്വസ്റ്റ്യൻ 7 മണിക്ക് അങ്ങോട്ടേക്ക് പോരി. അപ്പം ഇത് മനസ്സിലാക്കി വെച്ചല്ലോ, ഈ ചിത്രം എന്റെ മക്കളും മൈൻഡിലേക്ക് വരുത്താം. സോ ഇതിൽ ഒന്നാമത്തെ പാർട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് കഴിഞ്ഞു. ഇനി അന്നത്തെ പ്രധാനപ്പെട്ട സംഘകൃതികളും അന്നത്തെ പ്രാചീന തമിഴ് തെളിവുകൾ ഇട്ടിട്ടുണ്ട്. പ്രധാനപ്പെട്ട സംഘകൃതികൾ ഏതൊക്കെ നോക്കാം. പ്രധാനപ്പെട്ട 2 സംഘകൃതികൾ രചിച്ച ആൾക്കാരാണ്. ഒന്ന് ഔവയ്യാറും കാപ്പിലാറും. ഒന്ന് മൈൻഡിലേക്ക് വെക്കാം. അതിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഓരോ വിഭാഗങ്ങളായിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ വിഭാഗത്തെ വിളിക്കുന്ന പേരാണ് പത്തുപ്പാട്ട്. അടുത്തതാണ് 8 തുക. അടുത്താണ് 14 കീഴ്ക്കണക്ക്. അടുത്തതാണ് ഗ്രാമർ. അതേപോലെ മഹാകാവ്യങ്ങൾ. ഇതാണ് പ്രധാനപ്പെട്ട കാറ്റഗറിയിൽ ഇറങ്ങിയത് പ്രധാന കൃതികളും. സാർ ഇത് മൊത്തം പഠിക്കണോ? ഇതൊന്ന് പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻസ് സാർ പറഞ്ഞുതരാം. 10 പാട്ടിലെ പ്രധാനപ്പെട്ട കൃതികളാണ്. ഒന്ന് തിരുമുറക്കാറ്റുപാട്ട്. അതേപോലെ അടുത്തത് ഏതാണ്, മധുരൈ കാഞ്ചി, മാമലകൾക്കപ്പുറത്ത്. അത് കേട്ടോ, മധുരൈ കാഞ്ചി. അപ്പം ഇത് 2 10 പാട്ടിലെ പ്രധാനപ്പെട്ട. ഒന്ന് മൈൻഡിലേക്ക് വരുത്താം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എന്റെ മക്കൾ ഓർമ്മയിൽ വരുന്നതാണ് 8 തുകയിലുള്ള സാധനം. ഏതൊക്കെ നോക്കി, അകനാനൂറ്, പുറനാനൂറ്, 10. ഇതെന്റെ മക്കളെ മൈൻഡിലേക്ക് എപ്പോഴും എന്ത് ചെയ്യണം, വന്നിരിക്കണം. അകനാനൂറ്, പുറനാനൂറ്, 10 ആണെന്നുള്ളത്. 14 കൈ കണക്കിൽ വരുന്നതാണ് തിരുകുറാൾ, അതേപോലെ മുത്തുമൊഴി കാഞ്ചി എന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്തൊരു ഇമ്പോർട്ടന്റ് ആണ് ഗ്രാമ ടെക്സ്റ്റിൽ വരുന്ന ഈ പേര് എന്റെ മക്കൾ
പഠിച്ചു വെച്ചോ, ഉറപ്പിച്ചോ. സംഘകൃതികൾ എന്ന് ക്വസ്റ്റ്യൻ വരാണെങ്കിൽ ഗ്രാമർ ടെസ്റ്റിന്റെ പേരെന്താ ചോദിക്കും. മക്കളെ എല്ലാ മക്കളും ഒന്ന് കമന്റ് ചെയ്തേക്ക്, അതിന്റെ പേരെന്താണ്? തൊൽക്കാപ്യം. അടുത്താണ് മഹാകാവ്യങ്ങൾ 2 രീതിയിലുണ്ട്. അത് എന്റെ മക്കളെ ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കുക. മഹാകാവ്യം വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് 3 ഇമ്പോർട്ടൻറ്റ് പറഞ്ഞിട്ടോ. ചിലപ്പതികാരവും മണിമേഖലയും. അപ്പൊ അകനാനൂറ്, പുറനാനൂറ്, 10 അതേപോലെ തൊൽക്കാപ്യം, ചിലപ്പതികാരം, മണിമേഖല. ഇതെന്ത് ചെയ്യണം എന്റെ മക്കളെ കൃത്യമായിട്ട് മൈൻഡിലേക്ക് വെക്കുക. ബാക്കിയൊന്ന് ആലോചിച്ച് വെക്കുക. ഇതാണ് പ്രധാനപ്പെട്ട സംഘകൃതികൾ. എന്ത് ചെയ്യുക, എന്റെ മക്കളെ മൈൻഡിലേക്ക് എന്ത് ചെയ്യുക, ഒന്ന് കൊണ്ടുവരിക. സോ ഇതെന്ത് ചെയ്യുക, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഇനി നമുക്ക് നോക്കേണ്ടത്, അപ്പൊ 2 കഴിഞ്ഞിട്ടോ, പ്രധാനപ്പെട്ട 2 കഴിഞ്ഞു. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് സാമൂഹിക ജീവിതം, സോഷ്യൽ ലൈഫ്. അന്ന് നമ്മൾ ഇവിടെ സോഷ്യൽ ലൈഫിന്റെ സാമൂഹിക ജീവിതത്തെ കൃത്യമായിട്ട് തിണകൾ കണ്ടല്ലോ. ഇവിടെ എന്റെ മക്കൾ കാണാൻ തിണകളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മാറ്റിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട തിണകൾ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതെന്ത് ചെയ്യണം, എന്റെ മക്കൾ പഠിച്ചു വെക്കണം, പ്രധാനപ്പെട്ട തിണകൾ. സോ ഇതെന്റെ മക്കൾക്ക് മാറാൻ ചാൻസ് ഉണ്ട്. ഇത് മാറാണെങ്കിൽ ഇത് പഠിക്കാൻ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ഷോർട്ട് കട്ട് എന്താണെന്നല്ലേ, ഒരു കഥ. നെയ്മർ പ്രേമിക്കാൻ പോയ കഥ. ആ നെയ്മർ പ്രേമിക്കാൻ പോയ കഥ നിങ്ങൾക്ക് അറിയോ? അറിയില്ലെങ്കിൽ 7 മണിക്ക് പോര്. 7 മണിക്ക് നമ്മൾ കൃത്യമായിട്ട് ഇത് പഠിച്ചു വെക്കും. അത് കഥയിലൂടെ പഠിച്ചാൽ മൊത്തം കഴിയും. സോ ഞാനൊന്ന് പറഞ്ഞുതരാം. പ്രധാനപ്പെട്ട സാമൂഹിക ജീവിതങ്ങൾ ഇതേ രീതിയിലാണ്. അതിൽ നെയ്തൽ എന്ന പ്രദേശത്ത് പ്രധാനമായിട്ട് എന്താണ്, തീരപ്രദേശമാണ് നെയ്തല്. അവിടെ പ്രധാനപ്പെട്ട ഒരു സാമൂഹിക ജീവിതത്തിൽ പ്രധാനപ്പെട്ട പണി എന്താണ്, ഒക്യുപ്പേഷൻ എന്താണ്, ഒന്ന് ഫിഷിങ്ങും സാൾട്ട് പ്രൊഡക്ഷനാണ്. അങ്ങനെ മരുതത്ത് നോക്കി, മരുതം കുറച്ചുകൂടി അപ്പുറത്തുള്ളതാണ്, വയലാണ്. അവിടെ എന്താണ് പ്രധാനപ്പെട്ട കൃഷിയാണ് ഉള്ളത്. അടുത്താണ് പാലയിൽ എന്താണ്, ഡ്രൈ ലാൻഡ്, വരണ്ട പ്രദേശ. അവിടെ എന്താണ്, സ്റ്റീലിംഗ് കാറ്റിൽസ്, കന്നുകാലി കവർച്ചയാണ് പ്രധാനമായിട്ടുള്ളത്. മുല്ലയിൽ എന്താ ഉള്ളത്, പുൽമേടുകൾ ഉള്ളത്. അവിടെ എന്താണ്, അവിടെ കണ്ടല്ലോ കന്നുകാലി. ഇവിടെ കവർച്ചയാണെങ്കിൽ ഇവിടെ കന്നുകാലി വളർച്ചയാണ്. അപ്പൊ വരണ്ട പ്രദേശം കവർച്ച, മറ്റൊരു വളർച്ചയാണ് അവർ വിഭജനമാകും. കുറിഞ്ചി എന്താണ്, ഹില്ലി റീജിയൻ ആണ്. പ്രധാനമായിട്ട് അവരുടെ പണി എന്താണ്, ഹണ്ടിങ്ങും കളക്ടിങ് ഫോറസ്റ്റ് റിസോഴ്സും ഷിഫ്റ്റിംഗ് കൾട്ടിവേഷനും ആണ്. മനസ്സിലാക്കി വെക്കാം. സോ എന്റെ മക്കൾക്ക് ഇതിന് ചോദ്യം എങ്ങനെ വരാന്നല്ലേ, ആ ചോദ്യം വരിക ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് തരും. അത് പഠിക്കാൻ നമ്മൾ ഈ ഷോർട്ട് പഠിച്ചാൽ എന്ത് ചെയ്യും, കഴിയും. സോ ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ക്വസ്റ്റ്യൻസ് പറഞ്ഞു. 4ാമത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനും നിങ്ങൾക്ക് കാണാം. ഉമണർ. എന്താണ് ഉമണറുമായിട്ടുള്ള പങ്ക്? പ്രാചീന തമിഴകത്തിലെ സാധന കൈമാറ്റം ഉമണറുടെ പങ്ക് എന്താന്ന് നോക്കും. ഉമണറാണ് അന്ന് എക്സ്ചേഞ്ച് നടത്തുക. ഉമണർ എങ്ങനെയൊക്കെയാണ് എക്സ്ചേഞ്ച് നടത്തുക നോക്കാൻ വേണ്ടി പോണേ. ഉമണർ ഈവനിങ് ആണ് എന്ത് ചെയ്യല്, എക്സ്ചേഞ്ച് നടത്തുന്നത്. സമ്മർ സീസണിലാണ് ഏറ്റവും കൂടുതൽ എക്സ്ചേഞ്ച് നടത്താറുള്ളത്. ഉമണർ എങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സമ്മർ സീസണിൽ എങ്ങനെയാണ് നടത്താറുള്ളത്, എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നെയ്തൽ എന്ന പ്രദേശത്ത് നിന്ന് സാധനങ്ങൾ വാങ്ങും. നെയ്തൽ എന്ന സാധനങ്ങൾ വാങ്ങിയിട്ട് കുറിഞ്ചി കൊണ്ടുപോയി വെക്കും. കുറിഞ്ചിന്ന് സാധനങ്ങൾ കളക്ട് ചെയ്തിട്ട് നെയ്തൽ കൊണ്ടുപോയിട്ട് വെക്കും. ഈ രീതിയിലാണ് ചെയ്യാറുള്ളത്. ഇതിന്റെ കൃത്യമായിട്ടുള്ള പോയിന്റും ഇന്ന് നൈറ്റിൽ നമുക്ക് പഠിച്ചു വെക്കാം. ഈ 4 ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടത്. അത് നമുക്ക് എന്ത് ചെയ്യണം, സെറ്റ് ആക്കിയിട്ട് മാറ്റണം. മറക്കണ്ട, ഇന്ന് 7 മണിക്കാണ്. നമുക്ക് അവിടെ എന്ത് സെറ്റ് ആക്കാം കേട്ടോ. എല്ലാ മക്കളും അങ്ങോട്ട് വരണം, നമുക്ക് അടിപൊളിയാക്കണം. അപ്പൊ ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് 4 ക്വസ്റ്റ്യൻ പറഞ്ഞു. അത് എന്റെ മക്കൾ പഠിച്ചു വെക്കുക. ആ ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചു വെക്കുക. എന്തായാലും ചോദിക്കും. അടുത്ത ചാപ്റ്റർ പോയാലോ. അടുത്ത ചാപ്റ്റർ നിങ്ങൾക്ക് അറിയാം. അടുത്ത ചാപ്റ്ററിൽ ഞാൻ പഠിപ്പിക്കാൻ വേണ്ടി പോവാണ്. അടുത്ത ചാപ്റ്റർ നിങ്ങൾക്കറിയാം, അവർ ഗവൺമെന്റ് എന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്റർ മൊത്തമായിട്ടുണ്ടാവോ പകുതിയായിട്ടുണ്ടാവോ എന്നൊക്കെ ഒരുപാട് കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ട്. അതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ എന്തായാലും എന്റെ മക്കൾ ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ ലോക്സഭ ആൻഡ് രാജ്യസഭ. ഈ ബുക്ക് 8 കൊല്ലം മുന്നുള്ളതാണ്. ഇപ്പൊ എന്ത് ചെയ്തു, ലോക്സഭ രാജ്യസഭയും മാറ്റി. ഇപ്പൊ ലോക്സഭ രാജ്യസഭ ഇതല്ല, മാറ്റണ്ട്. സോ ഇതിന്റെ മക്കൾക്ക് എന്തായാലും എക്സാം ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. പ്രധാനപ്പെട്ട ലോക്സഭ ഇതാണ്ടോ, പുതിയ ലോക്സഭ കണ്ടല്ലേ, പച്ചക്കൽപ്പിനെ അതിന് പച്ച ലോക്സഭ ആക്കി മാറ്റിയിട്ടുണ്ട്. ലോക്സഭയും രാജ്യസഭയും എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. എപ്പോഴും ഇത് പഠിക്കുമെന്ന് എന്റെ മക്കൾക്ക് ഞാൻ പറയാം. ഇതെന്റെ മക്കൾ പഠിക്കുമ്പോൾ തന്നെ ഇതെന്റെ മക്കൾ പഠിക്കുമ്പോൾ തന്നെ എന്റെ മക്കൾ ചെയ്യേണ്ട കാര്യം എന്താ അറിയോ, ഇത് പഠിക്കുമ്പോൾ തന്നെ ഡിഫറൻസ് ആക്കിയിട്ട് പഠിക്കാം. ഞാൻ ഇവിടെ കാണിച്ചു കേട്ടോ. ഞാൻ ഡിഫറൻസ് ആക്കാൻ വേണ്ടി പോണേ. ഞാൻ ഒരു വര വരച്ചു, ഒരു വര ഞാൻ ഇങ്ങോട്ട് വരച്ചു. നോക്കിക്കോളി, ഇവിടെ ഞാൻ ലോക്സഭ എന്ന് എഴുതി. ഇവിടെ ലോക്സഭ എന്ന് എഴുതി, ഇവിടെ രാജ്യസഭ എന്ന് എഴുതി. ഞാൻ ഇംഗ്ലീഷിലേക്ക് മാറ്റാണ്, മലയാളത്തിൽ ഞാൻ പറഞ്ഞു കേട്ടോ. ലോക്സഭ രാജ്യസഭ. ലോക്സഭയെ നമ്മൾ അറിയപ്പെടല് എന്ത് ഹൗസ് ആയിട്ടാണ് അറിയപ്പെടല്, ലോവർ ഹൗസ് ആണെന്ന് എന്ത് ചെയ്യാൻ മനസ്സിലാക്കി വെക്കാം. നിങ്ങൾക്കറിയാം ഈ പ്രാവശ്യത്തെ എന്റെ മുമ്പ് ചോദിച്ചിട്ടുണ്ട്, അപ്പർ ഹൗസ് എന്ന് പറഞ്ഞാൽ ഏതാന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ലോവർ ഹൗസ് ആണ്. രാജ്യസഭയെ നമ്മൾ അറിയപ്പെടൽ എന്താണ്, അപ്പർ ഹൗസ് ആണെന്ന് മനസ്സിലാക്കി വെക്കാം. അതാ ഉപരിമണ്ഡലം എന്ന് പറയും, അധോ മണ്ഡലം എന്ന് പറയും.
നോക്കിക്കോളി മക്കളെ, ഇതിന് കറക്റ്റ് കണക്ക് തന്നെ എഴുതി കേട്ടോ. ആ കണക്ക് നിങ്ങൾ എഴുതി വെച്ചാൽ ഇവിടെ ലോക്സഭയിൽ 545 ആൾക്കാരെ സെലക്ട് ചെയ്യും, 2 ആൾക്കാരെ നോമിനേറ്റ് ചെയ്യും, ടോട്ടൽ 545 ആൾക്കാരുണ്ടാവുക. മാക്സിമം കപ്പാസിറ്റി 550 ആൾക്കാരാണ്. 25 വയസ്സായാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, 25 ഏജ് ആയാലും എന്ത് ചെയ്യാൻ മത്സരിക്കാൻ പറ്റുള്ളൂ. അവിടെ തെരഞ്ഞെടുത്താൽ കാലാവധി എത്ര വെച്ചാൽ 5 വർഷമാണ്. 5 വർഷമാണ് അവിടെ കാലാവധി ഉള്ളത്. മാത്രമല്ല ഈ ഹൗസ് നമ്മൾ അറിയുന്നത് ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ് അല്ലെങ്കിൽ ജനപ്രതിനിധി സഭ എന്നറിയപ്പെടും. എന്തറിയപ്പെടും? ജനപ്രതിനിധി സഭ എന്നെന്തായിട്ട് എന്തെയും അറിയപ്പെടും. ജനപ്രതിനിധി സഭ അല്ലെങ്കിൽ ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ് ആയിട്ട് അറിയപ്പെടും. ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ് ആയിട്ട് എന്തെയും അറിയപ്പെടും. മാത്രമല്ല ഇവിടെ ആരാണ് പ്രിസൈഡ് ചെയ്യുന്നത് ചോദിച്ചാൽ, ഇവിടെ ആരാണ് പ്രിസൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അധ്യക്ഷം വഹിക്കുന്നത് ആരാ ചോദിച്ചാൽ എന്റെ മക്കൾ മനസ്സിലാക്കി വെക്കുക, സ്പീക്കറാണ്. അത് മനസ്സിലാക്കി വെക്കാം. അപ്പൊ രാജ്യസഭ അമീൻ സാർ പറഞ്ഞാ അമീൻ സാർ പിന്നെ എന്തിനാ മുത്ത പച്ചക്കൽവിള്ളി സെറ്റാക്കി തരാം കേട്ടോ. മക്കൾ ശ്രദ്ധിച്ചോളി, ഇത് ഇതേപോലെ പഠിച്ചോളി. 238 അംഗങ്ങളുണ്ട്, 12 അംഗങ്ങൾ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്, ടോട്ടൽ 250 ആൾക്കാരുണ്ട്. ഇവിടെ 30 വയസ്സായാലും മത്സരിക്കാൻ പറ്റുള്ളൂ കേട്ടോ. 30 വയസ്സായാലും മത്സരിക്കാൻ പറ്റുള്ളൂ. 6 വർഷം എന്തുണ്ട്, കാലാവധി ഉണ്ട്. 6 വർഷം കാലാവധി ഉണ്ട്. ഈ സഭ അറിയപ്പെടുന്ന പേരെന്താ അറിയോ? സ്ഥിരം സഭ എന്നാണ് അറിയപ്പെടുക. സ്ഥിരം സഭ എന്നറിയപ്പെടുക. പെർമനന്റ് ഹൗസ് എന്ന് അറിയപ്പെടും കേട്ടോ. പെർമനന്റ് ഹൗസ് ആയിട്ട് എന്തെയും അറിയപ്പെടുന്നത് മനസ്സിലാക്കി വെക്കുക. അധ്യക്ഷൻ ആരാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മക്കൾ മനസ്സിലാക്കി വെച്ചോ. അധ്യക്ഷൻ ആരാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വൈസ് പ്രസിഡന്റ് ആണെന്ന് എന്റെ മക്കളെ മൈൻഡിലേക്ക് കൊണ്ടുവരാം. വൈസ് പ്രസിഡന്റ് ആണ് എന്റെ മക്കളെ മൈൻഡിലേക്ക് കൊണ്ടുവരാം. സോ ഇതാണ് ലോക്സഭയും രാജ്യസഭയും എന്ത് ചെയ്യാൻ എന്റെ മക്കളെ മനസ്സിലാക്കി വെക്കുക. എന്തായാലും എക്സാമിന് ഒരു 4 മാർക്കിന് അല്ലെങ്കിൽ 6 മാർക്കിന് 4 മാർക്കിന് ചാൻസ്, 6 മാർക്ക് ചാൻസ് കുറവാണ്. സോ 4 മാർക്ക് ചോദിക്കുകയാണെങ്കിൽ എന്റെ മക്കളെ 4 മാർക്ക് 8 പോയിന്റ് വരെ നിങ്ങൾക്ക് 1 തന്നെ പോയിന്റ് നോക്കിയിട്ട് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18 പോയിന്റ്സ് ഉണ്ട്. ഇത് ആകെ 8 പോയിന്റ് എഴുതിയാൽ മതി 4 മാർക്കിന്. അത് സെറ്റാക്കി മാറ്റുന്നത്. സോ ഇതെന്റെ മക്കൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ഇതെന്ത് കഴിഞ്ഞോ ഇല്ല. ഇതെന്താ ലെജിസ്ലേറ്റീവ് ഏറ്റവും പ്രധാനപ്പെട്ട. ഇനി എക്സിക്യൂട്ടീവ് നിങ്ങൾ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അത് പ്രധാനപ്പെട്ടു വെക്കുന്നത് രാഷ്ട്രപതി ചുമതലകളാണ്. ഈ രാഷ്ട്രപതി ചുമതലകളാണ് അപ്പോയിന്റ്മെന്റ് പ്രൈം മിനിസ്റ്റർ ആൻഡ് മിനിസ്റ്റേഴ്സ് ചെയ്യും. അപ്പോയിന്റ്മെന്റ് ചീഫ് ജസ്റ്റിസ് ആൻഡ് ജഡ്ജസ് ആൻഡ് സുപ്രീം കോടതി ആൻഡ് ഹൈക്കോടതി ചെയ്യാറുണ്ട്. അതേപോലെ നോമിനേറ്റ് 12 മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ ആൻഡ് ലോക്സഭ ചെയ്യാറുണ്ട്. 12 മെമ്പേഴ്സ് രാജ്യസഭ, 2 മെമ്പേഴ്സ് രാജ്യസഭ എന്ന് മനസ്സിലാക്കി വെക്കുക. അതേപോലെ ആക്ട് ആസ് എ സുപ്രീം കമാൻഡർ ഓഫ് ആംഡ് ഫോഴ്സ്, സായുധ സേനയുടെ സർവ്വ സൈനാധിപനാണ്. അതേപോലെ ഗീവ് അസിസ്റ്റന്റ് ബിൽ പാസ് ദ പാർലമെന്റ് പാസ്സാക്കിയ ബില്ലുകൾക്ക് അംഗീകാരം നൽകലും ഒക്കെ ആര് തന്നെയാണ് നമ്മൾ ഇതാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ഇതെന്ത് ചെയ്യാണ്, ഇതെന്ന് വരുന്നതാണ് ജുഡീഷ്യറി ചോദിക്കാണ് എന്റെ മക്കൾക്ക് ഈ സ്ട്രക്ചറാ ചോദിക്കുക. ഈ സ്ട്രക്ചർ എന്റെ മക്കൾ പഠിച്ചു വെക്കാം. ഏറ്റവും മുകളിലുള്ള കോടതി സുപ്രീം കോടതി, അതിന്റെ താഴത്ത് ഓരോ സംസ്ഥാനങ്ങളും ഹൈക്കോടതി, ഓരോ ജില്ലകളിലും ജില്ലാ കോടതി, ജില്ലയിൽ തന്നെ സബ് കോടതി 2 ഉണ്ടാവും, മജിസ്ട്രേറ്റ് കോടതിയും മുൻസിഫ് കോടതിയും. ഇത് പഠിച്ചു വെക്കട്ടോ. മജിസ്ട്രേറ്റ് കോടതിയിൽ എന്ത് കേസ് അടിച്ചു വെച്ചാൽ മജീദിന്റെ വാപ്പ ക്രിമിനൽ ആലേക്ക, അപ്പൊ മജീദ് ക്രിമിനൽ ആണ്, മജിസ്ട്രേറ്റ് കോടതി ക്രിമിനൽ കേസാണ്. മുൻസിഫിന്റെ വീട് സിവിലാണ് ആലേക്ക, മുൻസിഫ് സിവിൽ കേസ് എന്ത് ചെയ്യാം മൈൻഡിലേക്ക് കൊണ്ടുവരിക. അതെന്ത് ചെയ്യണം എന്റെ മക്കൾ പഠിച്ചേക്കണം. സോ 2 ചാപ്റ്റർ 10 മിനിറ്റ് കൊണ്ട് എന്റെ മക്കൾ പഠിച്ചു കഴിഞ്ഞു. നീ നോക്കിക്കോളേ. ഇതിനൊക്കെ ഞാൻ പറഞ്ഞു രാഷ്ട്രപതി ചുമതല ഞാൻ ജസ്റ്റ് പറഞ്ഞിട്ടുള്ളൂ. അതും ഷോർട്ട് ഉണ്ട്. എപ്പാ 7 മണിക്ക് പോകുന്നോ 7 മണിക്ക് നമ്മൾ എന്തെങ്കിലും സെറ്റപ്പ് ആക്കിയിട്ട് മാറ്റും. ഇനി നമുക്ക് നോക്കാം. എന്റെ മക്കൾക്ക് എല്ലാവർക്കും ഡൗട്ടുള്ള ചാപ്റ്ററാണ് ബ്ലാങ്കറ്റ് ഓഫ് എർത്ത് എന്ന ചാപ്റ്റർ. ആ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങൾ എവിടെ നിന്നൊക്കെയാണ് വരാന്നുള്ളതാണ്. മക്കളെ ബ്ലാങ്കറ്റ് ഓഫ് എർത്ത് നിങ്ങൾ ആദ്യമേ പഠിച്ചു വെക്കേണ്ടത് അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ് ഏതൊക്കെയാന്നുള്ളതാണ്. അറ്റ്മോസ്ഫിയർ ഗ്യാസിന് ഇങ്ങനെ ഒരു സാധനം തന്നിട്ടുണ്ടാവും. ഇത് പഠിച്ചു വെക്കാൻ നിങ്ങൾക്ക് സിമ്പിളാണ്. ഇതിൽ ആദ്യത്തെ 4 എന്റെ മക്കൾ മൈൻഡിലേക്ക് വരണം. അത് പഠിച്ചു വെക്കാൻ ഞാൻ ഒരു ഇത് പറയട്ടെ. നിങ്ങൾ AD സാറ് പുതിയ കാറ് വാങ്ങിയിട്ടുണ്ട്. AD സാറെ കാറിൽ AC ഇടൂല. അതുകൊണ്ട് നമ്മൾ AD സാറെ വിളിച്ച പേരെന്താ അറിയോ? നോ എ സി നീ എച്ച് എന്ന് വിളിച്ചു. നോ AC നീ എച്ച് എന്ന് വിളിച്ചു. അല്ല എന്നെന്താ അറിയോ മക്കളെ? നൈട്രജൻ എന്ന് പറയേ. എന്നെ നമ്മൾ നൈട്രജൻ എന്ന് പറയേ. നമ്മൾ എന്താ പറയും? ഓക്സിജൻ എന്ന് പറയേ. എന്നെ നമ്മൾ എന്ത് ചെയ്യും? ആർഗൺ എന്ന് പറയേ. സീൻ എന്താ പറയും? കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയും. നീനെ എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതി? ഇത് നമ്മൾ വിളിക്കുന്ന പേരാണ് നിയോൺ എന്ന് വിളിക്കേ. H ഞാൻ ഇംഗ്ലീഷിൽ എഴുതി HE ഹീലിയം എന്ന് വിളിച്ചിട്ടോ. ഹീലിയം റെഡിയാണല്ലോ. ഇതന്നെ ഇവിടെ എഴുതി വെക്കി. കണ്ടല്ലോ. നോ എ സി നീ എന്താണ്? H ആണ് എന്റെ മക്കളെ മൈൻഡിലേക്ക് വരിക. സോ ഇത് ഓർഡറിൽ കിട്ടിയല്ലോ. അന്തരീക്ഷം ഏറ്റവും കൂടുതൽ ഏതാണ്? നൈട്രജൻ ആണ്. പിന്നുള്ളത് ഏതാണ്? ഓക്സിജൻ ആണ്. പിന്നെ ഏതാണ്? ആർഗൺ ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഇതുവരെയെങ്കിലും എന്റെ മക്കളേക്ക് എന്തെങ്കിലും കൃത്യമായിട്ട് ആ ഡേറ്റ് കിട്ടണം. ചിലപ്പോൾ 1 മാർക്ക് നിങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇതാണ് അന്തരീക്ഷ വാതകങ്ങൾ. ഈ അന്തരീക്ഷ വാതകങ്ങൾ കൃത്യമായിട്ട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ?
ഓക്കെ കേട്ടോ. യു ക്യാൻ നോട്ടീസ്, നിങ്ങൾ ചോദ്യം വരും കേട്ടോ. യു ക്യാൻ നോട്ടീസ് ഇമ്പോർട്ടന്റ് ഗ്യാസ് സച്ച് ആസ് ദ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രോജൻ ഇൻ എക്സിസ്റ്റൻസ് ഓഫ് ലൈഫ് ഫോം. അഥവാ ജീവജാലങ്ങൾ നിലനിൽപ്പിന് നൈട്രോജനും ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡ് വാതകങ്ങളുടെ വലിയ പ്രാധാന്യം ഉണ്ടോ? അത് ചോദിക്കാം 3 മാർക്കിന്. ഉണ്ടല്ലോ. ഓക്സിജൻ വേണ്ടേ? എങ്ങനെയൊക്കെയാ നോക്കട്ടോ. നോക്കിക്കോളി. ഓക്സിജന്റെ ആവശ്യം എന്തിനാ ചോദിച്ചാൽ എന്റെ മക്കളെ നോക്കിയോളി, ഓക്സിജന്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മക്കളെ സിമ്പിൾ ആയിട്ട് പറയാം. ശ്വസനക്രിയക്ക് മനുഷ്യനും മറ്റു ജന്തുജാലങ്ങൾക്കും ഉപയോഗപ്പെടുത്താനാണ് എന്ത് ഓക്സിജൻ എന്ന് പറയുന്നുണ്ടല്ലോ. കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ എന്ത് ചെയ്യും? ഓക്സിജൻ എന്ത് ചെയ്യും? ഒന്ന് വലിക്കുക എല്ലാവരും വലിച്ചിട്ടല്ല വിടല്. ഞാൻ നേരെ തിരിച്ചാട്ടോ. അമീൻ സാർ വെറൈറ്റിയാണോ? ഓക്കെ. സോ അതെന്ത് ചെയ്യാൻ മനസ്സിലാക്കി വെക്കാം. അപ്പൊ ഓക്സിജൻ എന്തിനാണ് മക്കളെ? ഫോർ ഗ്രോത്ത് ആണ്. ഫോർ ഗ്രോത്ത് അല്ല, ഫോർ റെസ്പിറേഷൻ ആണ്. എന്ത് ചെയ്യാൻ മക്കളെ മൈൻഡിലേക്ക് എന്ത് ചെയ്യാൻ കൊണ്ടുവരിക? ഫോർ റെസ്പിറേഷൻ ആണ് എന്ത് ചെയ്യുന്ന മക്കളെ മൈൻഡിലേക്ക് എന്ത് ചെയ്യുക? കൊണ്ടുവരിക. അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് എന്തിനാണ്? ഫോർ ഫോട്ടോസിന്തസിസ്, പ്രകാശ സംശ്ലേഷണത്തിനാണ് എന്ത് ചെയ്യലോ നമ്മൾ യൂസ് ചെയ്യല്? കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്യലോ. നൈട്രോജൻ എന്ത് യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നൈട്രോജൻ ഫിക്സേഷൻ നമ്മൾ യൂസ് ചെയ്യല് എന്തിനു തന്നെയാണ്? സസ്യ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് നൈട്രോജൻ എന്ത് ചെയ്യല് ഉപയോഗപ്പെടുത്തല്. ഈ അന്തരീക്ഷ വാതകങ്ങൾ എന്ത് ചെയ്യാൻ മനസ്സിലാക്കി വെക്കാം. ഈ അന്തരീക്ഷ വാതകങ്ങൾ അല്ലാത്ത വാദങ്ങൾ കൂടുമ്പോൾ എന്തെയും പല പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ വാദങ്ങൾ കൂടുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഓസോൺ എന്ത് ചെയ്യും? വിള്ളൽ വരുത്തി അൾട്രാ വയലറ്റുകൾ വരാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ എന്റെ മക്കൾ ചാൻസ് ഉള്ളത് ആ ഒരു ചോദ്യം നിങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അൾട്രാ വയലറ്റ് കിരണങ്ങൾ ഉണ്ടാക്കുന്ന ദോഷഫലങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്റെ മക്കൾ ഇത് പഠിച്ചു വെക്കാം. ഇതിലെല്ലാം പഠിക്കുന്ന വെച്ചാൽ 6 7 ഉണ്ട്. 4 മാർക്കും ചോദിക്കാം. 4 നിങ്ങൾ എന്റെ മക്കളുടെ മൈൻഡിലേക്ക് വരണം. നോക്കിക്കോളി. ഒന്നാമത്താണ് കാലാവസ്ഥ മാറ്റം, ക്ലൈമറ്റ് ഡാമേജ് എന്ത് ചെയ്യും? നല്ല രീതിയിൽ പ്രശ്നം ഉണ്ടാക്കും. അൾട്രാ വയലറ്റ് കിരണങ്ങൾ വന്നാൽ ആഹാര ശൃംഖല തകർച്ച ഉണ്ടാവും. ഡിസ്ട്രാക്ഷൻ ഓഫ് ഫുഡ് ചെയിൻ കൃത്യമായിട്ട് ഉണ്ടാക്കും. കൃഷിനാശം, ക്രോപ്പ് ഫെയിലിയർ കൃത്യമായിട്ട് നടക്കും. അതേപോലെ സസ്യങ്ങൾ വളർച്ചാ മുടിച്ചുകൾ, സ്റ്റെൻഡ് ദ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ് കൃത്യമായിട്ട് നടക്കും. അതുപോലെ പ്രിമച്വർ ഏജിങ്, അകാല വാർദ്ധക്യം, പെട്ടെന്ന് വയസ്സാവുന്ന രീതിയിലേക്ക് എന്തെങ്കിലും മാറും. അഥവാ 30 വയസ്സായാലും നിങ്ങൾക്ക് ഒരു 60 വയസ്സിനെ പോലെ തോന്നും. അഥവാ അമീൻ സാറെ മാതിരി നിങ്ങൾ തോന്നണമെങ്കിൽ നിങ്ങൾ എന്താണ് അൾട്രാവയലറ്റ് കിരണങ്ങൾ ഇതാക്കണം. അമീൻ സാർക്ക് ഇപ്പം 20 വയസ്സായെങ്കിലും 16-12 വയസ്സിന് ലുക്കാണ്. അതേപോലെ ആയിട്ട് മാറണം. അതേപോലെ അന്ധത നിശാന്തം, അഥവാ അൾട്രാവയലറ്റ് കിരണം എന്ത് ചെയ്യും? കണ്ണിലേക്ക് എന്ത് ചെയ്യും? നല്ല രീതിയിൽ സ്ട്രെസ് വന്നിട്ട് അന്ധത, തിമിരം പോലുള്ള അസുഖങ്ങൾ, ബ്ലൈൻഡ്നെസ് വരും. അതിനൊക്കെ പുറമെ സ്കിൻ ക്യാൻസറുകൾ ഉണ്ടാവും. അപ്പൊ ഇത് എന്റെ മക്കൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇനി നിങ്ങൾ പഠിക്കേണ്ട അന്തരീക്ഷ ഘടകങ്ങളാണ്. അന്തരീക്ഷ ഘടകങ്ങൾ എത്ര പഠിക്കണം മക്കളെ? നോക്കിയിട്ട് ഓരോ പേജുകൾ നോക്കി. ഇത്രയും പേജുകൾ എൻ്റെ മക്കൾ പഠിക്കണം. കണ്ടോ ഇത്രയും പേജുകൾ എൻ്റെ മക്കൾ പഠിച്ചു വെക്കണം. നിങ്ങൾ ഈ പേജ് ഒന്നും പഠിക്കണ്ട. നിങ്ങൾക്ക് ഇതിനൊക്കെ ഒറ്റ ഷോർട്ട് കട്ടാണ്. ആ ഷോർട്ട് കട്ട് മാത്രം എൻ്റെ മക്കൾ പഠിച്ചാൽ എന്ത് ചെയ്യും? കഴിയും. ആ ഷോർട്ട് കട്ട് എപ്പോഴല്ലേ മക്കളെ? അതിനാണ് ഞാൻ പറഞ്ഞത് കൃത്യം 7 മണിക്ക് ഇന്ന് ഇങ്ങോട്ടേക്ക് പോര്. ഇന്ന് 7 മണിക്ക് ആ ഷോർട്ട് കട്ട് അടക്കം ഈ ചാപ്റ്ററിലെ എല്ലാ കാര്യങ്ങളും എന്ത് പറയും. സോ ഒരു 15 മിനിറ്റ് കൊണ്ട് 16 മിനിറ്റ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ, ഈ സോഷ്യൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്ററിലെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്ത് പറഞ്ഞു. മക്കളെ ഒരൊറ്റ കാര്യം, മക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ മക്കളും നല്ല രീതിയിൽ കമന്റ് ചെയ്യുക. മാത്രമല്ല വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇത് പഠിച്ച് വെക്കണം, എക്സാം ചോദിക്കുന്ന പറഞ്ഞിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക. സോ ഇന്ന് 7 മണിക്ക് നിങ്ങൾ എല്ലാവരും കൂട്ടി വാടാ. നമുക്ക് ഒരുമിച്ച് അടിപൊളിയായിട്ട് ഇന്ന് സെറ്റ് ആക്കിയിട്ട് മാറ്റണം. നമുക്ക് ഉഷാറാക്കണം. സോ ബൈ, സീ യു, ലവ് യു ഓൾ. 7 മണിക്ക് നമുക്ക് അവിടെ വെച്ചിട്ട് കാണാം.